ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം, നമ്മളെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. ഒരുപാട് ആളുകൾ നല്ല വഴിയിലൂടെ സമ്പത്തുണ്ടാക്കും. ചില ആളുകൾ ഹറാമായ മാർഗത്തിലൂടെ സമ്പത്തുണ്ടാക്കാറുണ്ട്. ലോട്ടറി എടുക്കുന്ന ആളുകളുണ്ട്, പലിശ കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്, ഹറാമായ വസ്തുക്കൾ വിൽപ്പന നടത്തി സമ്പത്തുണ്ടാക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സമ്പത്ത് പിടിച്ചു വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് നമ്മൾ ഹറാമായ വഴിയിലൂടെ സമ്പത്തുണ്ടാക്കുന്നത്? സമ്പത്ത് വർദ്ധിക്കാൻ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ വലിയ വലിയ ആരിഫീങ്ങളും മഹാന്മാരും നമ്മൾക്ക് പറഞ്ഞു തന്ന അത്ഭുതകരമായ അമലുകളുണ്ട്. അതിൽ നിന്നുള്ള ഒരു അമലാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ദിക്റും അതോടൊപ്പം തന്നെ 2 അത്ഭുതകരമായ സൂറത്തുകളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഈ പറയാൻ പോകുന്ന അമലിന്റെ ബർക്കത്ത് കൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്ത്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ലൈക്ക് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റിത്തരട്ടെ. ഈമാൻ നൽകി അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ സമ്പത്തുണ്ടാക്കാൻ പല വഴികളും സ്വീകരിക്കാറുണ്ട്. ഹറാമായ വഴികൾ സ്വീകരിക്കാറുണ്ട്, ഹലാലായ വഴികളും സ്വീകരിക്കാറുണ്ട്. ഹലാലായ വഴിയിലൂടെ സമ്പത്തുണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. നല്ല ജോലി ചെയ്ത് സമ്പത്തുണ്ടാക്കുക, നല്ല നല്ല കച്ചവടങ്ങൾ ചെയ്ത് സമ്പത്തുണ്ടാക്കുക, ഇതൊക്കെ ഇസ്ലാം അംഗീകരിച്ചതാണ്. എന്നാൽ ചില ആളുകൾ ഹറാമായ വഴിയിലൂടെ സമ്പത്തുണ്ടാക്കാറുണ്ട്. ലോട്ടറി എടുക്കുന്ന ആളുകളുണ്ട്, ലോട്ടറി തനിച്ച ഹറാമാണ്. പലിശ കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്, പലിശയുമായി ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല. പലിശ എന്ന് പറയുന്നത് 7 വൻ പാപങ്ങളിൽപ്പെട്ടതാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹറാമായ വസ്തുക്കൾ, ആൻസുകളും ലഹരി പദാർത്ഥങ്ങളും വിറ്റുകൊണ്ട് സമ്പത്തുണ്ടാക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കാതെ, പെങ്ങൾക്ക് കൊടുക്കേണ്ട സ്ഥലം കൊടുക്കാതെ, ജ്യേഷ്ഠന് കൊടുക്കേണ്ട സ്ഥലം കൊടുക്കാതെ, അനിയന് കൊടുക്കേണ്ട ഉമ്മയുടെ അവകാശം കൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ട് സമ്പത്തുണ്ടാക്കുന്ന ആളുകളുമുണ്ട്. ഇതൊന്നും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. എന്തിനാണ് പ്രിയമുള്ളവരെ നമ്മൾ ഹറാമായ മാർഗത്തിലൂടെ സമ്പത്തുണ്ടാക്കുന്നത്? സമ്പത്ത് ഹലാലായ വഴിയിലൂടെ ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഇസ്ലാമിൽ നമ്മൾക്ക് അല്ലാഹുവിന്റെ റസൂലും മഹാന്മാരും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പെട്ടെന്ന് സമ്പത്തുണ്ടാകാൻ ഒരുപാട് വഴികൾ, ഒരുപാട് അമലുകൾ, ഒരുപാട് ദിക്റുകൾ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ പറയാൻ പോകുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന അമല് വലിയ ആരിഫീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതി വെച്ചതാണ്. ഏതാണ് കിതാബ്? നൂറുൽ അബ്സാർ. ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ പള്ളിയിലെ ഉസ്താദുമാരുണ്ടാവുമല്ലോ, അതല്ലെങ്കിൽ നാട്ടിലെ മുദരിസന്മാരുണ്ടല്ലോ, അവരോട് പോയി നിങ്ങൾ ചോദിച്ചോളിയും. നൂറുൽ അബ്സാർ എന്ന് പറയുന്ന കിതാബിൽ മഴ പോലെ സമ്പത്തുണ്ടാകാനുള്ള വല്ല വഴിയുണ്ടോ? മഴ പോലെ ബർക്കത്തുണ്ടാവാൻ, റിസ്ക് വർദ്ധിക്കാൻ വല്ല അമലുണ്ടോ? യൂട്യൂബിൽ ഒരു ഉസ്താദ് പറയുന്നത് കേട്ടു, അത് സത്യമാണോ? നിങ്ങൾ പോയി ചോദിച്ചോളി. നമ്മൾ വളരെ കൃത്യമാണ്, വളരെ വ്യക്തമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ വക ഞാനൊന്നും
പറയുന്നില്ല. അള്ളാഹു നല്ല കാര്യങ്ങൾ പഠിക്കാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാന്മാര് പറയാണ്, നിങ്ങളെ ജീവിതത്തിലേക്ക് ദുന്യാവിലുള്ള നേട്ടങ്ങൾ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ല നേട്ടങ്ങൾ നിങ്ങളെ ജീവിതത്തിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി, ഭക്ഷണത്തിൽ വിശാലത, അതുപോലെ തന്നെ നല്ല വീട്, നല്ല വാഹനം, നല്ല വസ്ത്രം, നല്ല മക്കള്, നിങ്ങളെ ജീവിതത്തിൽ ജീവിക്കാൻ എന്തെല്ലാം ആവശ്യമാണോ അത് നിങ്ങളെ ജീവിതത്തിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബറക്കത്ത് ആഗ്രഹിക്കുന്നുണ്ടോ? ബറക്കത്ത് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. എല്ലാ മനുഷ്യന്മാരും അല്ലാഹുവിന്റെ ബറക്കത്ത് ആഗ്രഹിക്കണം. ബറക്കത്ത് ആഗ്രഹിക്കാതെ അതല്ലെങ്കിൽ ബറക്കത്തില്ലാതെ 1,00,000 രൂപ നമ്മൾക്ക് കിട്ടിയാലും അതോടെ ഒരു കാര്യം ഉണ്ടാവില്ല. 2 നില വീടുണ്ട്, 3 നില വീടുണ്ട് നോക്കോളിയും ഒരു കാര്യം ഉണ്ടാവില്ല. വലിയ ഇന്നോവ ഉണ്ട്, ബെൻസ് കാർ ഉണ്ട്, BMW ഉണ്ടെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല ബറക്കത്ത് നമ്മളെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ. അപ്പൊ ബറക്കത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ബറക്കത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫദാവിം അലാ ഖിറാഅത്തി, മഹാന് പറയാണ്, നിങ്ങളൊരു ദിക്ർ ചൊല്ലണം. ഏതാണ് ആ ദിക്ർ? എല്ലാവരും ശരിക്ക് സ്ക്രീനിലേക്ക് നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ മലിക്കിൽ ഹഖിൽ മുബീൻ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഞാനൊന്നുകൂടെ ചൊല്ലിത്തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ മലിക്കിൽ ഹഖിൽ മുബീൻ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഒന്നുകൂടെ ചൊല്ലിത്തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ മലിക്കിൽ ഹഖിൽ മുബീൻ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇത് നമ്മൾ പാരായണം ചെയ്യണം. ഏത് സമയത്താണെന്ന് പറഞ്ഞിട്ടില്ല മഹാൻ, അതുപോലെ തന്നെ എത്ര പ്രാവശ്യമെന്നും പറഞ്ഞിട്ടില്ല. നമ്മളൊരു നല്ല സമയം തിരഞ്ഞെടുക്കുക. ളുഹയുടെ സമയത്താവാം, തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്താവാം, ഇശാ മഗ്രിബിയുടെ ഇടയിലാവാം, സുബഹിന്റെ ശേഷമാകാം. ഇതൊക്കെ നല്ല സമയങ്ങളാണ്. വെള്ളിയാഴ്ച രാവിലെ ആവാം. ഇതൊക്കെ നല്ല നല്ല സമയങ്ങളാണ്. ഒരു 3 പ്രാവശ്യമെങ്കിലും ചെല്ലണം. അതാണല്ലോ അതിൻ്റെ ഒരു രസം. ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ അതിന്റെ രസം കിട്ടൂല. 2 പ്രാവശ്യം ചെല്ലുമ്പോൾ നമുക്ക് വലിയ രസം കിട്ടൂല. 3 പ്രാവശ്യം ചെല്ലുമ്പോൾ കുറച്ച് രസം കിട്ടും. ഇനി ഒരു 11 പ്രാവശ്യം ചെല്ലാൻ കഴിയോ? 11 പ്രാവശ്യം ചൊല്ലിക്കോളൂ. അതിനുശേഷം വഖിറാത്തു സൂറത്തിൽ വാഖിയ സൂറത്തും പാരായണം ചെയ്യണം. ശരിക്കും വാഖിയ സൂറത്ത് മതി എന്നുള്ളതാണ്. പല ആളുകൾക്കും വാഖിയ സൂറത്തിന്റെ മഹത്വം അറിയണ്ട, അത് ഓതാനും വയ്യ. മോഡേൺ ദിക്റുകളും മോഡേൺ സ്വലാത്തുകളൊക്കെ ആണെന്ന് പല ആളുകൾക്കും ആവശ്യം. നമ്മൾ സൂറത്തുൽ വാഖിയ നമ്മൾ പാരായണം ചെയ്യണം. മഹാന്മാര് സൂറത്തുൽ വാഖിയെ കുറിച്ച് എന്താ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? മൻ ഖറഅ സൂറത്തുൽ വാഖിയ, ഒരാൾ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ലം യഫ്തഖിർ അബദാ, ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല, ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല. മൻ ഖറഅ സൂറത്തുൽ വാഖിയ, ഒരാൾ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്ത് കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ഓതണം. എന്നാൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ദാരിദ്ര്യവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല. ഇതൊക്കെ സൂറത്തുൽ വാഖിയെ കുറിച്ച് അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്. എന്താണ് നമുക്ക് ചെല്ലാത്തരം മടി? മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു, നിങ്ങൾ സൂറത്തുൽ വാഖിയ നിങ്ങളെ മക്കൾക്കും നിങ്ങളെ ഭാര്യമാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, അവരോടത് എന്നും ചെല്ലാൻ പറയണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത്രയും പവറാണ് സൂറത്തുൽ വാഖിയ. അപ്പൊ നമ്മൾ ആ പറഞ്ഞ ദിക്റിന്റെ ശേഷം സൂറത്തുൽ വാഖിയ ഓതുക. അതിനുശേഷം നമ്മൾ ഓതേണ്ട സൂറത്ത് ഏതാണ്? സൂറത്തു യാസീൻ. സൂറത്തു യാസീനും എല്ലാ ദിവസവും ഓതണം. ഏതെങ്കിലും ഒരു ദിവസമല്ല, റമദാനിക്കല്ല, അതല്ലെങ്കിൽ ബറാത്തിരാവ് വരുമ്പോൾ മാത്രമല്ല 3 യാസീന്. സൂറത്തു യാസീൻ എന്നും പാരായണം ചെയ്യണം. സൂറത്തു യാസീനെ കുറിച്ച് മഹാന്മാരെന്താ പറഞ്ഞത്? തഉമ്മു സാഹിബ ഖൈറദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ദുനിയാവിലും ആഖിറത്തിലുള്ള എല്ലാ നേട്ടങ്ങളും നമ്മൾക്ക് ലഭിക്കും. സമാധാനവും സന്തോഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. സൂറത്ത് യാസീന് മറ്റൊരു പേരുണ്ട്, സൂറത്തുൽ ഖാലിയ. സൂറത്തുൽ ഖാലിയ എന്നൊരു പേര് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യാസീൻ പഠിച്ചു വെച്ചോ. സൂറത്ത് യാസീന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ ഖാലിയ. തഖ്ലി അലൈഹി കുല്ല ഹാജത്തിൻ, എല്ലാ ആവശ്യങ്ങളും സൂറത്തുൽ യാസീൻ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. അതുകൊണ്ടാണ് സൂറത്തുൽ ഖാലിയ എന്നുള്ളൊരു പേര് സൂറത്ത് യാസീന് കൊടുക്കാനുള്ള കാരണം. സൂറത്തു ദാഫിയ മറ്റൊരു പേരുണ്ട്, സൂറത്ത്
സൂറത്തു ദാഫിയ എന്നും സൂറത്ത് യാസീന് പേരുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് പറഞ്ഞത്. തദ്ഫുഅന്നു കുല്ലു സൂഇൻ, എല്ലാ മോശമായ കാര്യങ്ങളും നമ്മളെ ജീവിതത്തിലേക്ക് എന്തെല്ലാം വരാൻ പാടില്ല, വരരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതൊന്നും വരൂല. മോശമായ ഒരു കാര്യവും നമ്മളെ ജീവിതത്തിൽ സംഭവിക്കൂല എപ്പോ സൂറത്ത് യാസീൻ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് സൂറത്ത് യാസീന് സൂറത്തു ദാഫിയ എന്ന പേര് കൊടുക്കാനുള്ള കാരണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ആദ്യം പറഞ്ഞ ദിക്റും ഈ രണ്ട് സൂറത്തുകളും എന്നും നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഒരു പ്രയാസവും ഒരു ദുഃഖവും ഒരു ബുദ്ധിമുട്ടും നമ്മളെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകൂല. പിന്നെ ലോട്ടറി എടുക്കേണ്ട ആവശ്യം ഉണ്ടാവൂല, മറ്റുള്ളവന്റെ സമ്പത്ത് അപഹരിക്കേണ്ട ആവശ്യം ഉണ്ടാവൂല, ഹറാമ് വിറ്റ് കൊണ്ട് ഒരിക്കലും നമ്മൾക്ക് ജീവിക്കേണ്ട ആവശ്യം വരൂല, പലിശ കച്ചവടം നടത്തേണ്ട ഒരു ആവശ്യം അല്ലാഹു നൽകൂല. അല്ലാതെ തന്നെ മഴ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സമ്പത്ത് നൽകുമെന്ന് മഹാന്മാരവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ പറഞ്ഞിട്ട് മഹാൻ പറയാണ്, ഫഇന്നഹു യതീക റിസ്ഖകൽ മതരി, മഴ പോലെ ഭക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ വിശാല നൽകുമത്രേ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഈ രണ്ട് സൂറത്തുകളും ഈ ദിക്റും എന്നും ചൊല്ലാൻ നമ്മൾക്കും നമ്മളെ കുടുംബങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന, ഭക്ഷണത്തിൽ വിശാലതയില്ലാതെ സാമ്പത്തികമായ ഒരു പുരോഗതി ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ നമ്മൾ ഈ സന്ദേശം നിങ്ങൾ അയച്ചു കൊടുക്കണം. ഇന്നത്തെ വിഷയം അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അർഹമുർ-റാഹിമീനായ അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. നല്ല ജോലി നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാ. മക്കൾക്ക് പഠിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, മാനസികമായ പ്രയാസമുള്ള ആളുകൾ, പല പല വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ശിഫ നൽകണേ റബ്ബേ. ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ മക്കളിലും കുടുംബത്തിലൊക്കെ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, കുടുംബക്കാർ, ജ്യേഷ്ഠനിയന്മാർ, അവരുമായി ബന്ധപ്പെട്ടവരുടെ കുടുംബക്കാർ റബ്ബേ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വല്ലുമ്മമാർ, അയൽവാസികളുണ്ട്. മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. സിഹ്ർ കണ്ണേറുകൾ കാരണം ഞങ്ങളെ ജീവിതം നീ തകർക്കല്ല റഹ്മാനെ. ഐക്യവും സന്തോഷവും നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗമാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ റഹ്മാനെ. പല പല ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ആര് ഈ മജ്ലിസ് കാണുന്നവരുടെ ജീവിതത്തിലൊക്കെ ബർക്കത്തും ഖൈറും റഹ്മത്തും കാവലും സഹായവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാണോ ദുആ ചെയ്തതെന്ന്, ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തെന്ന് നിനക്കറിയാമല്ലോ. ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.